ഹായ് ഗായ്സ്. അപ്പോൾ 2 ദിവസം എനിക്ക് ഓഫായിരുന്നു. റൂമിൽ തന്നെ ഇരുന്നുകൊണ്ട് എൻ്റെ റൂം ഞാൻ തന്നെ നല്ല രീതിയിൽ വൃത്തിയേടാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ചീത്ത പറയലിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എങ്ങനെ റൂം അറേഞ്ച് ചെയ്തു നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇതൊക്കെയാട്ടോ. ഒന്നും സെറ്റാക്കിയിട്ടില്ല, വൃത്തികേടായിട്ട് തന്നെയുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ അമ്മയുടെ വില. അമ്മയൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത്. ഇത് ചിന്തിക്കേണ്ട കാര്യമാണോ? ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ റൂമിൽ എപ്പോഴും ചെടി വെക്കുന്നതിനെ കുറിച്ച് നല്ലൊരു ഇതാട്ടോ. കാരണം പോസിറ്റീവ് എനർജി ഒക്കെ വരാൻ ഈ ഒരു ചെടികൾക്ക് സാധിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ എൻ്റെ റൂമിലുണ്ടായിരുന്ന ചെടി തന്നെ ആയിരുന്നു. പക്ഷെ എൻ്റെ റൂമിൽ നിന്ന് വാടി തുടങ്ങിയപ്പോൾ അമ്മ എടുത്തുകൊണ്ടേ മാറ്റി വെച്ചു. അപ്പോൾ അത് ഞാൻ ഇവിടെ തന്നെ റീപ്ലേസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന ചെടിയാട്ടോ ഇത്. അങ്ങനെ ഞാനത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ റൂമിന്. വാവ്. അപ്പോൾ എൻ്റെ അടുത്തത് എൻ്റെ അനിയത്തി കുറച്ച് ബോട്ടിൽ ആർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റൂമിലേക്ക് വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു കൃഷ്ണ. ഈ ജനലിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അധികം കറക്റ്റ് ഓപ്പൺ ആക്കി ഇരിക്കുന്ന ആളല്ല. എനിക്ക് അടച്ചിട്ട് കാണാനാണ് ഇഷ്ടം. ഇതിനാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തു. പിന്നെ ഉള്ളത് ഇതാട്ടോ, പിന്നെ മിനിയേച്ചറിന്റെ കുറച്ച് ബോട്ടിൽസ് ആണ്. ഇത് ഞാൻ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെയാട്ടോ. ഇവിടെ കുറച്ച് ഫ്രീ സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ സെറ്റ് ചെയ്താലോ എന്ന് വിചാരിക്കുവാണ്. കറക്റ്റ് അതിൻ്റെ സ്പോട്ട് ഇതുപോലെ ഉണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ആക്കാൻ പറ്റാത്തതായതുകൊണ്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ കഠിന പ്രയത്നത്തിന് ശേഷം ഞാൻ എൻ്റെ റൂം ചെറിയ രീതിയിൽ വൃത്തിയാക്കിയിരിക്കുന്നു. അപ്പം അറേഞ്ച് ചെയ്തതിന് ശേഷമുള്ള രീതി ഞാൻ ഇപ്പോൾ കാണിച്ചു തരട്ടോ. അപ്പോൾ റൂം കയറാൻ തന്നെ നല്ല രസമുണ്ട്. വലിയ രീതിയിൽ ഇങ്ങനെ ഇതാക്കിയിട്ടൊന്നും ഇല്ലെങ്കിലും നേരത്തെ ഉള്ളതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.